ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 4 മാർച്ച് 2026 ബുധനാഴ്ച. ഈ മാസത്തെ 4-ാമത്തെ ദിവസം, ഈ വർഷത്തെ 63-ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 17-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം എന്നത് എന്താണ് സ്നേഹം? എന്താണ് സ്നേഹം? അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യവും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 8 വരെയും ഉള്ള വാക്യങ്ങൾ ആണ്. നമുക്ക് ഏറെ പരിചയമുള്ള ഒരു പദമാണ് സ്നേഹം. സ്നേഹം എന്ന വാക്കിന് എണ്ണ എന്നും അർത്ഥമുണ്ട്. ഒരു ദിവസം പ്രകാശിക്കുവാൻ എണ്ണ അഥവാ സ്നേഹം വേണമല്ലോ. അതുപോലെ നമ്മുടെ ജീവിതവും പ്രകാശമാനമാകുവാൻ സ്നേഹം വേണം. സ്നേഹമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇരുട്ടിലാകും എന്നും നമുക്ക് എവർക്കും അറിയാം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവം സ്നേഹം തന്നെയെന്ന്. സ്നേഹമുള്ള വ്യക്തിയിൽ ദൈവപ്രസാദമുണ്ട്. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം തന്നെ ദൈവസ്നേഹമാണ്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 16 പ്രകാരം പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്നേഹം ദൈവീക ഗുണമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, പ്രിയമുള്ളവരെ, അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. കർത്താവ് നമുക്ക് ഒരു പുതിയ കൽപ്പനയും നൽകി, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന്. മഹാകവി കുമാരനാശാൻ പാടി, സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന്. ലോകത്തെ മുമ്പോട്ട് നയിക്കുന്ന അത്ഭുത ശക്തിയാണ് സ്നേഹം. അതായത് സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്നാണ് മഹാകവി കുമാരനാശാൻ പാടിയത്. നാം ഈ സ്നേഹത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ ഒരു അവലോകനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്, സ്നേഹമില്ല എങ്കിൽ ലോകത്തിൽ ഒന്നുമില്ല. ഈ ലോകത്തിൽ ഇപ്പോൾ നടക്കുന്നതായ വളരെ ദുഃഖകരമായ ദുഃഖങ്ങളും യുദ്ധങ്ങളും അതുപോലെ പരസ്പര വിദ്വേഷങ്ങളും കോൾഡ് വാറും ഒക്കെ ഈ സ്നേഹമില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗത്തെ പ്രകാരം പറയുന്നു, ഞാൻ മനുഷ്യരെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചന വരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല എന്നാണ്. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പൗലോസ് ശ്ലീഹായുടെ ഈ പ്രഘോഷണത്തിൽ സ്നേഹത്തിൻ്റെ വ്യാപ്തിയും മഹത്വവും ശ്രേഷ്ഠവും എല്ലാം നിറഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഈ വേദഭാഗം വായിച്ചാൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രമാണം സ്നേഹമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ സ്നേഹത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക എന്നും തൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുന്നതുമാണ് ഏറ്റവും വലിയ കൽപ്പനകൾ. ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനാണ് കർത്താവ് പഠിപ്പിച്ചത്. കുരിശിൽ കിടന്നുകൊണ്ട് മരണവേളയിൽ പോലും തന്നെ കുരിശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ രക്ഷകൻ ചെയ്തത്. സ്നേഹം പൂവണിയുന്നത് അതിൻ്റെ പ്രവൃത്തിയിലാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രിയമുള്ളവരെ, വാളിനേക്കാൾ മൂർച്ചയുള്ളതും കടലിനേക്കാൾ ആഴമുള്ളതും ആകാശത്തേക്കാൾ വിശാലവുമാണ് സ്നേഹബന്ധം. ആ സ്നേഹത്തിൻ്റെ മാസ്മരിക ശക്തി നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനുഭവപ്പെടട്ടെ
എന്ന് ഈ വലിയ നോമ്പിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വലിയ നോമ്പ് അതിനൊരു കാരണമാകട്ടെ. ഈ വലിയ നോമ്പിൽ നാം ഓരോരുത്തരും ശരിയായ രീതിയിൽ നോമ്പ് നോക്കുന്നുവെങ്കിൽ അതിൻ്റെ അതായത് നോമ്പിൻ്റെ 2 ചിറകളായ ഉപവാസവും പ്രാർത്ഥനയും നാം നിരന്തരമായി പാലിക്കുന്നുവെങ്കിൽ, ഉപവാസത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ആഹാരം വെടിയുക എന്ന് മാത്രമല്ല, പിന്നെയോ നാം ഓരോരുത്തരും നമ്മളുടെ പ്രവൃത്തിയും സംസാരവും ചിന്തയും ഒക്കെയും തിരുത്തേണ്ടതുണ്ട്. അങ്ങനെ തിരുത്തുന്നുവെങ്കിൽ അതിനെയാണ് യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത്. നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടതായ വലിയ കാര്യമെന്ന് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പൗലോസ് ശ്ലീഹ എടുത്തു പറയുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക, സൽപ്രവൃത്തികൾ ചെയ്യുക, നിങ്ങളുടെ ആത്മാവിനെ കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അഥവാ അതിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പൈതലാകുക എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഒക്കെയും നമ്മൾ ശരിയായ രീതിയിൽ വചനം വായിച്ച് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും തെറ്റിലേക്ക് വീഴാൻ സാധിക്കുകയില്ല. പിന്നെയോ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഈ വലിയ നോമ്പ് അതിനൊരു കാരണമായി തീരട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ നോമ്പ് നല്ല രീതിയിൽ ആചരിക്കത്തക്കണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.